കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ റിസപ്ഷന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് നിധിയും സുധീഷയും കാത്തിരിക്കുകയാണ് എല്ലാവരും. ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഭാസ്കരൻ ഒരുങ്ങി റെഡിയായി വരുന്നത്. ഭാസ്കരനെ കണ്ട് രൂപേഷ് ഞെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുന്നുണ്ട്, അച്ഛൻ്റെ പുതിയ സ്റ്റൈലൊക്കെ കാണിക്കുന്നത്. അപ്പം ഭാസ്കരൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഭാസ്കരൻ പുറത്തോട്ടൊക്കെ വന്നിട്ട് എല്ലായിടത്തും ഹായ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റൈലിലൊക്കെ ഇറങ്ങി വന്ന് അവിടെ നിന്ന് കുറേ മോണാക്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഹരീഷിൻ്റെ കൂട്ടുകാരൻ അത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം സുഭാഷാണെങ്കിൽ ഇതൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അച്ഛൻ്റെ സ്റ്റൈലും ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാം ഇങ്ങനെ അത് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ സുധീഷ് വരുന്നത്. സുധീഷാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോഴേ സുധീഷിനെ പ്രതീക്ഷിച്ചാണ് ഇവരെല്ലാം ഇരിക്കുന്നത്. സുധീഷാണെങ്കിൽ വീട്ടിലെ ഒരുക്കങ്ങളെല്ലാം കണ്ടിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. സുധീഷ് മനസ്സിൽ എന്തോ ഇത് എന്ന് വിചാരിക്കുകയാണ്. അപ്പം നിധി ചോദിക്കണേ, എന്താ സുധീഷ് ഇവിടെ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴാണ് അവർ സുധി സ്വീറ്റ്സ് എന്ന് എഴുതിയേക്കുന്നത് കണ്ടേക്കുന്നത്. എന്തുവാ സുധീഷേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നിട്ട് വിഭീഷണടുത്ത് എന്തുവാടാ ഇത്? അല്ല, അത് ആണെങ്കിൽ ചേട്ടനൊരു സർപ്രൈസ് ചെയ്യാൻ സുഭാഷ് ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരുക്കിയതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിഷു, നീ എന്നെ വിളിച്ചിട്ട് ഒരു അക്ഷരം പറഞ്ഞ പോലില്ലല്ലോ, സുഭാഷ് ചേട്ടനും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു, നിനക്കും നിധിക്ക് ഒരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മിണ്ടാതിരുന്ന് എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ ഇറങ്ങി വന്നിട്ട് സുധീഷിനോട് എന്താ ഇത് എന്ന് ചോദിക്കുകയാണ്. അപ്പം സുധീഷ് പറയാണ്, അത് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹ റിസപ്ഷന് ആൾക്കാരെല്ലാം വിളിച്ചേക്കുവാണ്. ഞാനിതൊന്നും അറിഞ്ഞൂടാ, എന്നോട് ചോദിച്ച പോലും ഇല്ലെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നിധിക്കങ്ങ് ദേഷ്യമാവുന്നുണ്ട്. ഒന്നാമതേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലായ ഒറിജിനൽ കല്യാണമാവുന്നു, പിന്നെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചു വിട്ട് ഒരു റിസപ്ഷൻ നടത്താൻ പോകുന്നു. ആകപ്പാടെ നിധിക്ക് അങ്ങ് ദേഷ്യം വന്നിരിക്കണം. അങ്ങനെ നിധിയാണെങ്കിൽ ദേഷിച്ചങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ സുഭാഷിനൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല. കുറേ സുധീഷ് ചേട്ടനും പോകുന്നു. അപ്പോൾ ഹരീഷ് പറയാണ്, സുധീഷ് ചേട്ടനും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു നമ്മളിതൊന്നും ഒരുക്കി വെച്ചത് എന്ന് പറയാണ്. അപ്പം സുഭാഷ് പറയണം, നീ അതൊന്നും നോക്കണ്ട, പെട്ടെന്ന് അവരിത് പ്രതീക്ഷിച്ചില്ലല്ലോ. ഒന്നാമത് അതിൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കയില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇത് വന്നപ്പോൾ പെട്ടെന്ന് ഷോക്കായി കാണും, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ സുഭാഷും ഹരീഷും രൂപേഷും കൂടെയൊക്കെ അങ്ങ് അകത്തേക്ക് കയറിപ്പോവാണ്. ഈ സമയത്ത് ഭാസ്കരൻ അവിടെ എല്ലാവരുമായിട്ട് സംസാരവും ബഹളവും ഡാൻസ് കളിയും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ഭാസ്കരനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കുറേ നാളിന് ശേഷമല്ലേ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടക്കുന്നത്, അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഭാസ്കരൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നിധി സുധീഷിൻ്റെ ചോദിക്കുകയാണ്, എന്താ സുധീഷ് ഇത്? ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം അവിടെ ചെന്നൊരു ഷോക്ക് കിട്ടി. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ വിവാഹം ഒറിജിനലാണെന്ന് ഉള്ള കാര്യം ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പം അത് ആ ഒരു ഷോക്ക് മാറുന്നതിന് മുമ്പ് അടുത്ത സുധീഷിൻ്റെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലാണെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞില്ലേ സുധീഷിൻ്റെ അടുത്ത് വീട്ടുകാരോട് പറയാൻ, അത് സുധീഷ് കേട്ടില്ല. ഇപ്പം കണ്ട നടക്കുന്നത്, അവരിതൊന്നും അറിയാതെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി നമ്മുടെ റിസപ്ഷൻ നടത്താൻ പോകുന്നു. അപ്പം ഈ നാട്ടിലും ഞാൻ സുധീഷിൻ്റെ ഭാര്യയായി എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് പറയാണ്. സുധീഷ് അടുത്ത നമ്പർ തുടങ്ങി, ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു, ഞാൻ അറിയാതെ ഇവർ പ്ലാൻ ചെയ്തത്, അവരൊരു സർപ്രൈസ് തരാമെന്നും പറഞ്ഞാൽ പ്ലാൻ ചെയ്തത് എന്ന് പറയണം. അപ്പം നിധി പറയാണ്, ഞാൻ പക്ഷേ സുധീഷിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടെ എല്ലായിടത്തും പറയാം, പക്ഷേ സുധീഷ് കേട്ടില്ല. അന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നിധിയാണെങ്കിൽ സുധീഷിനോട് നേരെ അങ്ങ് ചൂടാവുകയാണ്. അപ്പോൾ സുധീഷാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ സുഭാഷും ഹരീഷും രൂപേഷും എല്ലാവരുടെയും സുധീഷിനെ തിരക്കി വരികയാണ്. അങ്ങനെ സുധീഷിനെ വിളിക്കുകയാണ്. സുധീഷ് അങ്ങോട്ട് വരികയാണ്. എന്താ? അല്ല, ഞങ്ങൾ നിനക്കൊരു സർപ്രൈസ് തരാമെന്നും പറഞ്ഞാടാ നിന്നോട് പറയാതെ ഇതൊക്കെ ഒരുക്കിയെന്ന് സുഭാഷ് പറയുകയാണ്. അപ്പം ഇതാരാ ഇതെല്ലാം റെഡിയാക്കിയത്? അപ്പോൾ രൂപേഷ് പറഞ്ഞ്, അത് സുഭാഷ് ചേട്ടനാണ്, ഞങ്ങളൊക്കെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിക്കണം. അപ്പോൾ സുധീഷ് പറയാണ്, കൊള്ളാം. എൻ്റെ സുഭാഷ് ചേട്ടാ, നിങ്ങളുടെ മനസ്സിലെ ഓരോ ഫ്രസ്ട്രേഷൻ എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തിനാ? എൻ്റെ ജീവിതം കൊണ്ട് നശിപ്പിക്കുന്ന എന്തിനാന്ന് പറഞ്ഞ് സുഭാഷിൻ്റെ നേരെ സുധീഷ് അങ്ങ് ചൂടാവുകയാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഹരീഷിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഹരീഷ് സുഭാഷിൻ്റെ നേരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഹരീഷിന് ദേഷ്യം വരും. അപ്പം സുധീഷ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നപ്പോഴേ ഹരീഷ് ആണെങ്കിൽ അങ്ങ് ദേഷ്യപ്പെട്ട് വരികയാണ്. നീ പണ്ടേ ഇങ്ങനെയാണ്, നിനക്ക് എപ്പോഴും നിൻ്റെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, നീ മറ്റുള്ളവരാരുടെയും കാര്യം നോക്കാറില്ല. നീ എന്തിനാ സുഭാഷിൻ്റെ നേരെ ചെല്ലുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അങ്ങ് സുധീഷിൻ്റെ നേരെ ചെല്ലുകയാണ്.
ഉടനെ സുധീഷാണെങ്കിൽ ഹരീഷിന് നേരെ വന്നിട്ട് ചോദിക്കുന്നത്, നീ കൂടുതൽ ആളാൻ വെക്കല്ലേ, നീ കൂടുതൽ ഭരിക്കാൻ പറ്റില്ല, നീ നിൻ്റെ കൈ വെച്ചിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് തിരിച്ചു പറയണം. അപ്പോൾ ഹരീഷ് പറയണം, നീ എവിടുന്ന് ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് ചൂടാവുന്നു, ഞങ്ങളെന്ത് തെറ്റ് ചെയ്ത്, നീയല്ലേ കല്യാണം കഴിച്ചിട്ടുണ്ട് ആരോടും പറയാതെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹരീഷും പറയുന്നുണ്ട്. അത് എൻ്റെ ഇഷ്ടം, ഞാനല്ലേ കല്യാണം കഴിച്ചിട്ട് വന്നത്, അത് നിന്നോട് പറയേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. അപ്പോൾ രൂപേഷാണെങ്കിൽ നോക്കേണ്ട, രൂപേഷ് നിർത്താൻ പറഞ്ഞിട്ട് ഇവരാരും കേൾക്കിട്ടില്ല. സുഭാഷും പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ പിടിവലിയായി. അവസാനം ഹരീഷിനെ പിടിച്ച് തള്ളിയിട്ട് താഴെയിട്ട് സുധീഷ്. എന്നിട്ട് സുധീഷാണെങ്കിൽ ഹരീഷിനെ ഇടിക്കാൻ ചെന്നാണ്. ഈ ബഹളം എല്ലാം കണ്ട് നിധി അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ നിധി കാണുന്നത് ആണെങ്കിൽ സുധീഷാണെങ്കിൽ ഹരീഷിനെ താഴെയിട്ട് ഇടിക്കുന്നതാണ് കാണുന്നത്. നിധിയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് എല്ലാവരുടെ അടുത്തായിട്ട് നിർത്തുക എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് നോക്കിയപ്പം നിധി വന്നിരിക്കുന്നത്. അപ്പം നിധി വന്ന് കാണുന്നത് സുധീഷ് ഹരീഷിനെ ഇടിക്കുന്നതാണ്.